ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പരാജയപ്പെട്ട അകത്തായി പോകുന്നത് വിഷ്ണു സാറാ. അതെ മോളെ, സത്യം തെളിയിക്കാൻ ഒളിവിൽ കഴിയുന്ന വിഷ്ണുവിനെ കൊണ്ട് സാധിക്കില്ല. നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. അവര് കൊല വിളിക്കും. പോലീസിന്റെ എക്സൈസിന്റെ കണ്ണുവെട്ടിച്ച് ഒരു തികഞ്ഞ സ്പിരിറ്റ് കടത്തുകാരന്റെ മെയ്വഴക്കത്തോടുകൂടി ഓടുന്ന വിഷ്ണു ഇതൊരു നിത്യതൊഴിൽ അഭ്യാസം പോലെ കൊണ്ടു നടക്കുന്ന ആളാണെന്നാണ് പോലീസിന്റെ സൈഡിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. പലനാൾ കട്ടാൽ ഒരു നാൾ പിടിയിലാകുമെന്നും കുറെ അധികം നാളുകളായി വിഷ്ണു പോലീസിന്റെയും എക്സൈസിന്റെയും നിരീക്ഷണത്തിലായിരുന്നുവെന്നും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ചന്ദ്രബോസ് ഞങ്ങളുടെ ലേഖകനോട് പറഞ്ഞു. ആ ചന്ദ്രബോസ്, അയാളാവും ഇതിന്റെയൊക്കെ പിന്നിലല്ലേ? പക്ഷെ ഇതിപ്പോ തെളിയിക്കാൻ നമ്മുടെ ഒന്നും ഇല്ലല്ലോ. ഈശ്വര, ഇത് ലോറിയും ഇപ്പൊ കമലിനെ പിടിച്ച സ്ഥിതിക്ക് വിഷ്ണുവേട്ടൻ സറണ്ടർ ആവാതെ വേറെ വഴിയില്ല. ഓ എന്റെ ഈശ്വര. മാഡം, ഞാൻ സി ചാനലിന്റെ ന്യൂസ് സെക്ഷനിൽ നിന്നാണ്. ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ഉള്ള കാര്യം മാഡത്തിന് നേരത്തെ അറിയായിരുന്നോ? ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു നീക്കം ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇതിനുവേണ്ടി എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഈ ഒരു വാർത്ത കേട്ടതിന്റെ ഷോക്കിൽ തന്നെയാ ഞാനും. നിങ്ങളെപ്പോലെ എനിക്കും ഈ സംഭവത്തെക്കുറിച്ച് കാര്യമായിട്ട് ഒരു അറിവുമില്ല. എന്താ നടന്നെന്ന് ഞാനൊന്ന് അന്വേഷിച്ചറിയട്ടെ. മാഡം, ഹലോ. ഒരു തെറ്റും ചെയ്യാത്തവരെ കൊലക്കയറിലേക്ക് തള്ളിവിടാൻ വേറെ ആരും വേണ്ട. മോള്, നമ്മുടെ ഇവിടുത്തെ സമൂഹം തന്നെ മതിയമ്മേ. മറ്റുള്ളവരുടെ വേദന വിറ്റ് കാശാക്കാൻ ചാനലുകൾ തമ്മിൽ മത്സരിക്കുക. ഈ വിഷ്ണുവേട്ടൻ ഇതെവിടെയാ? ഫോൺ സ്വിച്ച് ഓഫാ. ആനു മാഡം, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഒരു 2 മിനിറ്റിനുള്ളിലെത്തും. വിഷ്ണുവേട്ടൻ എവിടെയാണെന്ന് പോലും അറിയില്ലല്ലോ അമ്മ. മോളെ, എടി ആരോടാ നമ്മളൊന്ന് വിളിച്ചു ചോദിക്കുക? എന്തൊരു ജീവിതം നമ്മുടേത്. ഒന്ന് മാറുമ്പോ മറ്റൊന്ന്. ഇത്രയൊക്കെ അനുഭവിക്കാൻ നമ്മൾ ഇതെന്ത് തെറ്റാ ചെയ്ത? ഇന്നലെ രാത്രി മുഴുവൻ ഒളിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുട്ടൻ എവിടെ ഓടിയിട്ടുണ്ടാവും. കൈ കിട്ടിയ ചന്ദ്രബോസ് എല്ലാ കലിയും തീർക്കും. അത് വിഷ്ണുട്ടൻ അറിയാം. അതുകൊണ്ടായിരിക്കും വിഷ്ണുട്ടൻ പിടികൊടുക്കാത്തത്. ചാനലുകാരാ, അവർക്കിനി കുറെ ദിവസത്തേക്ക് പാടി നടക്കാൻ വാർത്തയായല്ലോ. കളക്ടറുടെ ഭർത്താവ് കൂടി ആയതുകൊണ്ട് വാർത്തക്കിനി വീര്യം കൂടുകയും ചെയ്യും. ഇവർക്കും ഇല്ലേ മോളെ കുടുംബവും കുട്ടികളും അച്ഛനും അമ്മയൊക്കെ? ഈ ഒരു ദിവസത്തെ നമ്മുടെ മാനസികാവസ്ഥ പോലും അവർ മനസ്സിലാക്കുന്നില്ലല്ലോ. മാഡം, എന്തോ വലിയ ചതിയം നടന്നിരിക്കുന്ന. ഇതിന്റെ പേരിൽ മാഡത്തിനെതിരെ കൂട്ടത്തോടെ ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട്. അയ്യോ, അതിനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്. മാഡത്തിന്റെ ഔദ്യോഗിക പദവിയുടെ മറവിലാണ് സാർ ഈ സ്പിരിറ്റ് ബിസിനസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുക. ഈശ്വര, അതിനായി നമ്മുടെ ജോലിക്കാരെയെല്ലാം ചിലർ വിശ്വസിപ്പിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. ശത്രുതാ മനോഭാവം കൊണ്ടു നടക്കുന്നവരെല്ലാവരും കൂടെ ഈ സമയത്ത് ഒന്നാകുമെന്ന കാര്യത്തില് യാതൊരു സംശയമില്ല. മോളെ, ഇതിന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടുക? വിഷ്ണു നിരപരാധിയാണെന്നുള്ള കാര്യം എങ്ങനെയൊന്ന് ബോധ്യപ്പെടുത്തുക? സ്പിരിറ്റ് ലോറിയിൽ നിന്ന് പിടിച്ച സ്ഥിതിക്ക് അത് വെച്ചവരെ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരിക എന്നത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഏക മാർഗം. അത് ആരാണെന്ന് കണ്ടെത്തുന്നത് വരെ വിഷ്ണു സാറ് ഒളിവിൽ നിൽക്കുന്നത് തന്നെയാ നല്ലത്. മാഡം, പല രീതിയിലുള്ള എതിർപ്പുകൾ വരും. മാഡവും സാറും ഒന്നിച്ചാണ് ഈ സ്പിരിറ്റ് ബിസിനസ് നടത്തുന്നതെന്ന് വരെ ആരോപണങ്ങൾ വന്നേക്കാം. തളരരുത്. പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നേടണം. പരാജയപ്പെട്ട അകത്തായി പോകുന്നത് വിഷ്ണു സാറാ. അതെ മോളെ, സത്യം തെളിയിക്കാൻ ഒളിവിൽ കഴിയുന്ന വിഷ്ണുവിനെ കൊണ്ട് സാധിക്കില്ല. നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ.
അതുകൊണ്ട് മനസ്സിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക. തളരാതെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് തരണേന്ന് പ്രാർത്ഥിക്ക്. ഈശ്വരന്റെ സഹായത്താൽ ഈ പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും മോളെ. നിനക്ക് കഴിയും. നിന്നെ കൊണ്ടേ കഴിയൂ. ചായ രാഘവേട്ട. അതിന് ചായ ചോദിച്ചില്ല ഭാമേ. ഓ, പാല് മിച്ചമുണ്ടായിരുന്നത് ചായ ആക്കിയതാ. ഇവിടെ ഇപ്പൊ ചായ വെക്കുന്നതും കുടിക്കുന്നതും നമ്മൾ രണ്ടുപേരും മാത്രമാ. വിഷ്ണു ശരിക്ക് ഭക്ഷണം പോലും ഇവിടുന്ന് കഴിക്കുന്നില്ല. ഏതു നേരവും ഓട്ടോ എന്നും പറഞ്ഞുകൊണ്ടുള്ള പോക്കല്ലേ. അത് ഓട്ടോ കൊണ്ടായിട്ട് തന്നെ ഭാമേ പോകുന്നേ. നീ ഇപ്പോഴേ അവനെ സംശയ കണ്ണുകൊണ്ട് നോക്കുന്നത് കൊണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ അവന് കള്ളമണ ചാലിനെ കാണാൻ പോണ്ട വല്ല കാര്യമുണ്ടോ? ഇനി അഥവാ അവൻ അങ്ങനെ പോയെന്ന് വെച്ചാൽ തന്നെ നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? നിയമപ്രകാരേ അവൾ ഇപ്പോഴും അവന്റെ ഭാര്യ തന്നെ. ഇപ്പോ അച്ഛനും മകനും ഒക്കെ ഒറ്റ മനസ്സായി. ഞാൻ മാത്രം കലഹക്കാരി അല്ലേ? ശാലിനി അങ്ങ് പുണ്യവതി. ദേ, എന്റെ ചോദ്യങ്ങൾക്ക് ഇതുവരെ അവള് മറുപടി തന്നിട്ടില്ല എന്നുള്ളത് ഓർക്കണം. എത്ര സഹായിച്ചു എന്ന് പറഞ്ഞാലുമേ എന്റെ ഉള്ളിൽ നിന്ന് അതൊന്നും പോയില്ല. അല്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കിട്ടണം. ഭാമേ, ഇതൊക്കെ നമുക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളല്ലേ? മറ്റുള്ളവർ മുമ്പിൽ അവര് ഭാര്യയും ഭർത്താവുക. അവർക്ക് സംസാരിക്കാം, ബീച്ചിൽ പോവാം, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കറങ്ങാം. ഇതിനെല്ലാം നമ്മൾ കൊടുത്ത ലൈസൻസാ അവൻ അവളെ കഴുത്തി കെട്ടിയ താലി. അത് അവളുടെ കഴുത്തിലുള്ളിടത്തോളം കാലമേ വിഷ്ണു അവിടെ പോവുകയും ചെയ്യും, അവളുടെ കാര്യം നോക്കുകയും ചെയ്യും. നമുക്ക് തടയാനും ആവത്തില്ല. മകന് ചേർന്ന അച്ഛൻ തന്നെ. മകനെ വളഞ്ഞു വഴിക്ക് നടക്കാൻ പറയുന്ന ഒരു തന്ത. കഷ്ടം തന്നെ. ഇതാ നിന്റെ കുഴപ്പം. ഒരു നല്ല കാര്യം പറഞ്ഞു തന്നപ്പോ പറഞ്ഞവന്റെ തലയിലേക്ക് തന്നെ എല്ലാം കൂടെ എടുത്തു വയ്ക്കും അല്ലയോ? ആണെങ്കിലേ കണക്കായി പോയി. ദേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. നായുടെ പാല് 12 കൊല്ലം കൊള്ളിട്ടാലും എന്താ കാര്യം? കഷ്ടം തന്നെ. അത് വളഞ്ഞിരിക്കത്തുള്ളു. ഈയിടെയായിട്ട് രാഘവേട്ടൻ ഇങ്ങനെയാ. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിഷ്ണു വന്നില്ലല്ലോ. ഇവനിത് എവിടെ പോയി കിടക്ക? വിഷ്ണു അല്ലേ? ചിലപ്പോഴേ അവൻ ശാരദാമ്മയുടെ ഭക്ഷണം കഴിക്കാൻ പോയി കാണും. നിങ്ങൾ നന്നാവാൻ പോകുന്നില്ല രാഘവേട്ട. സത്യമേ, 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 കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? ഇനി അതാണോ പറഞ്ഞോണ്ടിരിക്കുന്നേ? എന്താ മോളെ, എന്താ അറിഞ്ഞു നോച്ച്?